സ്വന്തമായൊരു വീട് അതെല്ലാവരുടെയും സ്വപ്നമാണല്ലേ. അങ്ങനെ ഒരു സ്വപ്നത്തിനായി സർക്കാരിനെ വിശ്വസിച്ചവർ ഇന്ന് പലരും പെരുവഴിയിലാണ്. സർക്കാർ ഉറപ്പിൽ PMAY പദ്ധതിക്കായി കിടപ്പാടം പൊളിച്ചവർക്ക് ഒരു വർഷമായിട്ടും ഫണ്ട് കിട്ടിയിട്ടില്ല. ഇതോടെ ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം പൊളിച്ച് വീടുപണി തുടങ്ങിയവർ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ്. വർഷങ്ങളായി ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന 52-കാരി വസന്തകുമാരിയുടെ സ്വപ്നമായിരുന്നു അടച്ചുറപ്പുള്ള വീട്. സർക്കാർ ഉറപ്പിൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ PMAY പദ്ധതിക്കായി വീട് പൊളിച്ചു. ഇതുവരെ ആകെ കിട്ടിയത് അടിസ്ഥാനം നിർമ്മിക്കാനുള്ള ആദ്യ ഗഡു 48,000 രൂപ. പണം കിട്ടുമെന്ന ഉറപ്പിൽ മകൾക്കായി കരുതിയതെല്ലാം വീടിനായി ചെലവാക്കി. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട വാടക വീട്ടിലാണ് വസന്തകുമാരിയും കുടുംബവും. വീടായിരുന്നു എൻ്റെ മോളെ സ്വപ്നം. കുറേ നാളുകൾക്ക് മുമ്പേ ഞങ്ങൾ അപേക്ഷ കൊടുത്തതായിരുന്നു, പക്ഷേ നമുക്ക് അനുവദിച്ചിട്ടില്ല. ഒരു വർഷത്തിനകത്ത് വീട് പൂർത്തിയാവുമെന്ന് കരുതി, പക്ഷേ ഇത്രയും നീണ്ടു പോകുമെന്ന് അറിഞ്ഞില്ല. മോക്ക് കരുതിയതെല്ലാം വീട്ടിന് പോയി. അപ്പോൾ ഇനി എങ്ങനെ കടം തീർക്കും, എങ്ങനെ മോളെ കെട്ടിച്ചയക്കും? ഇത് തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി രവി. 30 വർഷം അന്തിയുറങ്ങിയ പഴയ കൂര PMAY പദ്ധതിക്കായി പൊളിച്ചു. ആകെ കിട്ടിയത് 2 ഗഡു. കടം വാങ്ങി കെട്ടിപ്പൊക്കിയ വീട് പാതി വഴിയിലായതോടെ ഒരു വർഷമായി കിടന്നുറങ്ങുന്നത് ഈ ടാർപോളിൻ കൂരയിലാണ്. പെട്ടെന്നുടനെ കിട്ടും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പൊളിച്ചത്. പൊളിച്ചിട്ട് അവർ ആദ്യം 48,000 രൂപ തന്നു. അത് വെച്ചാണ് ഫൗണ്ടേഷൻ കെട്ടി. കുറച്ച് കൂടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചൊക്കെ കെട്ടിയിട്ട് പിന്നെ ഏകദേശം ഒരു വർഷമാകാൻ പോകണം. ബ്ലോക്കിൽ പോയി ചോദിച്ചോ പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിയുമെന്ന്. പൈസ കിട്ടിയെങ്കിൽ വാർക്കുമായിരുന്നു. വാർത്ത് കഴിഞ്ഞാൽ മഴയത്ത് ആയിരുന്നാലും കയറി കിടക്കെങ്കിലും ചെയ്യാം. സർക്കാരിനെ വിശ്വസിച്ച് കിടപ്പാടം പൊളിച്ചവരാണ് വഴിയാധാരമായത്. ഒരു വർഷമായി ഫണ്ട് കിട്ടാത്തവരുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ എന്ന് പണം നൽകാനാകുമെന്ന ഉദ്യോഗസ്ഥർക്കും അറിയില്ല. റിപ്പോർട്ടർ MG പ്രതീഷ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രതീഷ് തന്നെ ചേരുകയാണ് നമ്മോടൊപ്പം. പ്രതീക്ഷ, എല്ലാവരും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സ്വന്തം എന്ന വീടിനായി സർക്കാർ ഉറപ്പിൽ കിടപ്പാടം പൊളിച്ചത്. പക്ഷേ ഒരു വർഷമായിട്ടും ഈ ഫണ്ട് കിട്ടിയിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്താണ് ഇതിനുള്ള പ്രതിസന്ധി? വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ അടച്ചുറപ്പുള്ള വീട് എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. അങ്ങനെ PMAY ഗുണഭോക്താക്കളായവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ സർക്കാർ ഉറപ്പിലാണ് ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം പൊളിച്ച് അവർ ഈ വീട് നിർമ്മാണം തുടങ്ങിയത്. പക്ഷേ PMAY ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലർക്കും ഒരു ഗഡു മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ PMAY പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ്. നിലവിൽ 1,20,000 രൂപയാണ് PMAY പദ്ധതിക്കായി കേന്ദ്രം നീക്കിവയ്ക്കുന്നത്. 1,20,000 രൂപയിൽ 72,000 രൂപ കേന്ദ്ര സർക്കാരും 48,000 രൂപ സംസ്ഥാന സർക്കാരുമാണ് വിഹിതമായി നൽകേണ്ടത്. പക്ഷേ 1,20,000 രൂപ കൊണ്ട് കേരളത്തിൽ ഒരു വീട് വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതം കൂടി ചേർത്തുകൊണ്ടാണ് 4 ലക്ഷം രൂപ എന്നുള്ള ഒരു തുകയിലേക്ക് സംസ്ഥാന സർക്കാർ അത് കൊണ്ടുവന്നത്. പക്ഷേ ഈ പണം നൽകാൻ ത്രിതല പഞ്ചായത്തുകളുടെ കയ്യിൽ പണമില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നിലവിൽ PMAY പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്ത് നൽകേണ്ടത് 70,000 രൂപയാണ്. ഒപ്പം ബ്ലോക്ക് പഞ്ചായത്ത് നൽകേണ്ടത് 1,12,000 രൂപയും ജില്ലാ പഞ്ചായത്ത് നൽകേണ്ടത് 98,000 രൂപയുമാണ്. പക്ഷേ ഈ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ ഇത്രത്തോളം വീടുകൾക്ക് പണം നൽകാൻ അവരുടെ കൈവശം തുകയില്ല എന്നതാണ് പ്രധാനമായും ത്രിതല പഞ്ചായത്തുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വിഹിതം കെട്ടിവയ്ക്കാതെ കേന്ദ്ര വിഹിതവും ലഭ്യമാകുന്നില്ല. ആ സാങ്കേതിക പ്രതിസന്ധിയാണ് നിലവിൽ PMAY പദ്ധതിക്ക് നിലനിൽക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് ഓരോരുത്തരും ഉള്ളത്. നിരവധി ആളുകൾ ഈ ഉണ്ടായിരുന്ന വീട് പൊളിച്ച് നിർമ്മാണം തുടങ്ങിയിരുന്നു. പക്ഷേ ഈ ഗഡു മുടങ്ങിയതോടുകൂടി നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുകയും പലരും വാടക വീട്ടിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പലരും താമസിക്കുന്നത് പോലും വളരെ ദുരിത ജീവിതത്തിലാണ്. കാരണം ടാർപോളിൻ കൂരയൊക്കെ തന്നെ കെട്ടിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്ന വീടിന് സമീപത്ത് പലരും താമസിക്കുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. 1.5 വർഷമായി ഫണ്ട് ലഭിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ഇടപെടൽ എത്രയും വേഗം വേണം എന്നതാണ് പ്രധാനമായും ഈ PMAY ഗുണഭോക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അത്രത്തോളം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അത്രത്തോളം സാധാരണക്കാരായ ആളുകളായിരുന്നു ഇതിന്റെ ഗുണഭോക്താക്കളായി ഉണ്ടായിരുന്നത്. അവരാണിപ്പോൾ കൊടിയ ദുരിതത്തിൽ കഴിയുന്നത്.
ശരി, പ്രതീക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും